ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളങ്ങനെ കണ്ണൂരിക്ക് പോവാണ്, പറശ്ശിനിക്കടയ്ക്ക്. അവിടെ ദേവുട്ടിക്ക് ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. ആൾ അറിഞ്ഞിട്ടില്ല അതെന്താന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം അമ്പലത്തിൽ പോകും. അമ്പലത്തിൽ പോയിട്ട് ഇവളെ ദേവുട്ടിൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകും. ദേവുട്ടി, നമ്മളെവിടെ പോവാ? നമ്മൾ അമ്പലത്തിൽ പോവാ അല്ലേ? ഞങ്ങൾക്ക് ഞങ്ങളെ പറശ്ശിനിക്കട മുത്തപ്പൻ്റെ അടുത്ത് പോവാണ് അല്ലേ? അങ്ങനെ കണ്ണൂരെത്തി. അമ്പലത്തിൽ എന്താണെന്നറിയില്ല, നല്ല തിരക്കുണ്ട്. മാലൽ സീസൺ ആയതുകൊണ്ടാണോന്ന് അറിയില്ല. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. ഫുഡ് ഞാൻ നെയ്റോസ്റ്റാണ്. അവിടെ പിന്നെ ഇറച്ചിയും മുട്ടയൊക്കെ ഒന്ന് കഴിച്ചാൽ പ്രശ്നമില്ല വെച്ചിട്ട് ദേവുട്ടി പൊറാട്ടയും മുട്ടക്കറിയാണ് കഴിച്ചത്. ഒടുക്കത്തെ തിരക്കാണ് ഗൈസ്, നല്ല തിരക്കാണ്. ഞങ്ങൾ പൊതുവെ രാവിലെ പോകലാണ്. അപ്പോൾ രാവിലെ പോകുമ്പോൾ അത്ര വലിയ തിരക്കുണ്ടാവില്ലല്ലോ. ഇപ്പോൾ ഒന്ന് ലേറ്റ് ആയിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ അതേ അവിടെ ഒരു ബോട്ടൊക്കെ കണ്ടില്ലേ. തേജുവിന് ഒരു കളിക്കോപ്പ് മേടിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് കമ്മൽ മേടിച്ചു. അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മേടിച്ചു. കൂളിംഗ് ഗ്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ ഊട്ടി പോയപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാട്ട് ഞാൻ. പിന്നെ അത് മേടിച്ചിട്ട് ഭയങ്കര മാസമാവുകയാണ്. അങ്ങനെ ഒരുപാട് ചുറ്റിക്കറങ്ങി. തലശ്ശേരി പാനൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഒരുപാട് ചുറ്റിക്കറങ്ങി കേട്ടോ. അപ്പോൾ ഇതേ അപ്പോൾ അവിടുത്തെ മോളുണ്ട് കേട്ടോ. മോളായിട്ട് നല്ല കമ്പനിയായി ആൾ. ദേവുട്ടി പിന്നെ എല്ലാവരും നല്ല കമ്പനി ആവുമല്ലോ. ഫുഡ് വന്നു. ഫുഡ് ബ്രെഡ്, പൊറോട്ട, ചിക്കൻ കറി ആയിരുന്നു. നമ്മളെ സ്റ്റൈലിലല്ലല്ലോ അവർ വെക്കുക. അതേ ഗിഫ്റ്റ് വരികയാണ്. ഭയങ്കര ആളുടെ മുഖം കണ്ടില്ലേ. ആളുടെ മുഖമൊക്കെ ആകെ മാറുന്നുണ്ടായിരുന്നു. അപ്പോൾ അതവിടുത്തെ ഏട്ടനെ പൊളിച്ചു കൊടുത്തു. ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. കളറാണ് ആദ്യം കണ്ടത്. കളറേ ഉണ്ടായിട്ടുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷെ നോക്കുമ്പോൾ ടാബ് ഉണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ച് മിഠായി തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചു. അവിടെ തന്നെ കഴിച്ചു. ദേവുട്ടിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലേക്ക് എത്തി. 11 മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മളിവിടെ നാട്ടിലെത്തിയപ്പോൾ. ഭയങ്കര നല്ല ലോങ് അല്ലേ, ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മന്തി കഴിച്ചു. മന്തി നമ്മുടെ മിഡ്വേ തന്നെയായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.